പുരുഷോത്തമ നായർക്ക് ഇതിനെക്കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? ഗ്രഹാധീനാം ജഗൽ സർവം എന്ന് വെച്ചാൽ നമ്മുടെ ഈ പ്രപഞ്ചം മുഴുവൻ മനുഷ്യരെ മുഴുവൻ നിയന്ത്രിക്കുന്നത് ഈ ഗ്രഹങ്ങളാണ്. ആരൊക്കെയാണ് ഗ്രഹങ്ങൾ? സൂര്യനും ചന്ദ്രനും എന്ന് പറയുന്ന പ്രകാശഗ്രഹങ്ങൾ. ഇതൊക്കെ സയൻസിലേക്കാ പോണേ. ചൊവ്വ മുതലുള്ള താരാഗ്രഹങ്ങളും രാഹുവും കേതുവും അടങ്ങുന്ന ഈ ഗ്രഹങ്ങളെ കൊണ്ടുള്ള പഠനമാണ് ഈ ജ്യോതിഷത്തിന്റെ അടിസ്ഥാന തത്വം. യാഗം പോലുള്ള സൽക്കർമ്മങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് മുഹൂർത്തം നോക്കുന്ന ഒരു കർത്തവ്യത്തിൽ നിന്ന് കടന്നതാണ്. അവിടുന്നാണ് ഇതിന്റെ തുടക്കം. ജ്യോതിഷ പ്രവചനങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മൾ വീണ്ടും ഈ ഫ്ലോറിൽ ഇരിക്കുമ്പോ ഒരാളെ സ്മരിച്ചുകൊണ്ട് തുടങ്ങണം വിചാരിക്കുകയാണ്. ഇവിടെ ISROയിലെ ശാസ്ത്രജ്ഞന്മാർക്ക് വരെ റോക്കറ്റിന് സമയം കുറിച്ചു കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് പ്രവചിക്കുമെന്ന് വെല്ലുവിളിച്ച ആള് താൻ പീഡിപ്പിക്കാൻ ശ്രമിക്കാൻ പോകുന്ന പെൺകുട്ടി നിലവിളിക്കുമെന്നും വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടുമെന്നും പുറകെ പോലീസ് വരുമെന്നും പോക്സോ കേസിൽ ജയിലിലാകുമെന്നും അറിയാൻ കഴിയാതെ പോയ ആ മഹാജ്യോതിഷിയുടെ മുമ്പിൽ ശിരസ് നമസ്കരിച്ചുകൊണ്ട് നമുക്ക് തുടങ്ങാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാല് ജ്യോതിഷ് ശാസ്ത്രത്തെ ശാസ്ത്രമാണോ എന്നാണ് ഇവിടെ സംശയം. ഈ സനാതന ധർമ്മത്തിൽ ഋഗ്വേദവും യജുർവേദവും 4 വേദങ്ങളുണ്ട്. ആ ഋഗ്വേദത്തിന്റെ ഒരു പാർട്ടാണ് ആയുർവേദം. അത് യുക്തിവാദിയും ശാസ്ത്രീയവാദിയും വിശ്വാസിയും അവിശ്വാസിയും എല്ലാം സേവിക്കുന്നുണ്ട്. രോഗം മാറുന്നുണ്ട്. അതിന്റെ അടുത്ത പാർട്ടാണ് ജ്യോതിശാസ്ത്രം. അപ്പൊ ഒരെണ്ണം ശരിയാവുമ്പോ മറ്റേ തെറ്റില്ല. പൊതുവാൾജി എനിക്ക് ചോര കളക്കണ്ടട്ടാ. കൂൾ ഡൗൺ കൂൾ ഡൗൺ. നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം. ഞാൻ ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ ഭാര്യ കക്കൂസി പോയിട്ട് എന്നെ ചെയ്യണമെന്ന് നിങ്ങൾക്ക് അറിയാമോ? ഭർത്താവ് പറഞ്ഞു അറിയാൻ പാടില്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ ഭാര്യ ആദ്യം എന്നിട്ട് ചെയ്യണ കക്കൂസി ചുമര് കഴിവും. ചുമര് അത് കഴിഞ്ഞിട്ട് കമോഡ് കഴിവും. അത് കഴിഞ്ഞിട്ട് ഇരിക്കുള്ളൂ അവിടെ. അത്രമാത്രം. എന്നിട്ടൊന്ന് കുളിച്ചിട്ടേ വരുള്ളൂ. ഒരു മനുഷ്യൻ ജനിക്കുന്ന സമയത്ത് അയാളുടെ രാശി നക്ഷത്രം ഒക്കെ നോക്കിയിട്ട് അയാളുടെ ജാതകം നിങ്ങൾ എഴുതുന്ന സമയത്ത് നിങ്ങൾ അയാളുടെ വിദ്യാഭ്യാസം, സാമ്പത്തികാവസ്ഥ, ആരോഗ്യം, മരണം എഴുതുമോ? അത് ഒരു 80% സത്യാവോ? ശരി. ഒരു പ്രദേശത്ത് ഒരു പ്രളയം ബാധിക്കുന്നു, ഒരു സുനാമി അടിക്കുന്നു, ഭൂമി ഉൽക്കുണ്ടാവുന്നു. ഈ എല്ലാവരുടെയും ജാതകം ഒരുപോലെ ആയിരുന്നിരിക്കുമോ? അതിന് ഭാഗ്യക്കുറിയുടെ അടുത്ത ബമ്പർ ആർക്കടിക്കുമെന്ന് പറയാം. ഒരു കയ്യബദ്ധം നാറ്റുകരുത്. ജോത്സ്യന്റെ ജോലിയല്ല. ഞങ്ങളുടെ ജോലി. ജോത്സ്യന്മാർക്ക് ഒരു നിയമമുണ്ട്, ഒരു ചിട്ടയുണ്ട്, ഇന്ന രീതിയിലുള്ള കാര്യങ്ങൾ. അതായത് ഭാഗ്യക്കുറി ബമ്പർ കണ്ടുപിടിക്കാനുള്ള, നമ്പർ നോക്കി കണ്ടുപിടിക്കാനുള്ള പരിപാടി ജോത്സ്യന്മാരുടെ ജോലി അല്ലത്. വേൾഡ് കപ്പ് പോലുള്ളത് പ്രവചിക്കാൻ പറ്റും. ആദിത്യൻ മുതലായ ഗ്രഹങ്ങളെ കൊണ്ട് ഇന്ന രോഗങ്ങൾ ഉണ്ടാകുമെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞു വെച്ചിട്ടുണ്ട്. വേണ്ട, ഏൽക്കില്ല. നല്ല പന്നിപ്പടക്കം വാങ്ങിക്കുക, ഈ സാധനത്തിന്റെ വായിലിട്ട് പൊട്ടിക്കുക, കൊല്ലുക. ഒരു ജ്യോത്സ്യനും ഓശാരത്തിന് ഒരു ഫലവും പറഞ്ഞു കൊടുക്കുന്നില്ല, ഒരു പ്രതിവിധിയും പറഞ്ഞു കൊടുക്കുന്നില്ല. കറക്റ്റടാ.